എല്ലാവർക്കും നമസ്കാരം. കേങ്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി ഹുണ്ടായി എലാൻഡ്രയാണ്. ഇതിൻ്റെ പണി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരി? ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ ഗ്രില്ല് മാറ്റി വെക്കുകയാണ്. വണ്ടി ഒരിടത്ത് ഇടിച്ച് ആ ഗ്രില്ലെല്ലാം പോയി, പൊട്ടിപ്പോയി. അപ്പോൾ അതിന് പുതിയ ഗ്രില്ല് വാങ്ങിയിട്ടുണ്ട്. നമ്മളത് ഫിക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹുണ്ടായി എലാൻഡ്രയുടെ ഗ്രില്ല് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗ്രില്ല് മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി ജാക്കി വെച്ച് ഉയർത്തിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ 3 ടണ്ണിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഉള്ള ജാക്കി വെച്ചിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ജാക്കി സ്റ്റാൻഡ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. വണ്ടി ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറകിൽ ഒരു ചെറിയ അട വെച്ചിട്ടുണ്ട്. അപ്പോൾ മേശ്ശേരി നമ്മൾ ആദ്യം എവിടെ തുടങ്ങുന്നത്? ആദ്യം നമ്മുടെ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിച്ചു വെക്കുന്നു. നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഊരിയെടുക്കുന്നു. ഇവിടെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതാണ്. ഓക്കെ, നമുക്കത് ഊരിയെടുക്കാം അല്ലേ? അപ്പോൾ സ്ക്രൂ ഊരി വന്നു. ഓക്കെ, നമുക്ക് താഴത്തെ കുറേ ക്ലിപ്പുകളുണ്ട് അടിയിലത്തെ, അത് ഊരിയെടുക്കണം. നമ്മൾ ബമ്പർ മുഴുവനായിട്ട് അഴിച്ചിട്ടാണോ? ബമ്പർ ഒരു സൈഡിൽ ഒരു പകുതിയായിട്ട് അഴിച്ചു വെച്ചാൽ മതിയോ? മൊത്തത്തിൽ ഊരേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ ഊരേണ്ട, പകുതി അഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിയിലത്തെ ക്ലിപ്പെല്ലാം ഊരിയിരിക്കുകയാണ്. മൊത്തം ഊരി ക്ലിപ്പ്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഊരി, ഇവിടെ ഒരു ലോക്ക് അല്ലേ? അപ്പോൾ അത് ഹെഡ്ലൈറ്റിന് താഴെയായിട്ടുള്ള ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഊരുന്നത്. ഇവിടെ 3 സ്ക്രൂ ഉണ്ട്, 1, 2, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഓക്കെ, വെച്ചിട്ട് ഊരി സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് ഊരിയെടുക്കുകയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള നമ്മൾ ലാസ്റ്റായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള ബോൾട്ട് ഊരിയെടുക്കുന്നു. ഓക്കെ, 12 സൈസിൻ്റെ സ്പാനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഊരിയെടുക്കാം. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള സ്ക്രൂ 3 ഊരിയെടുത്തു. അതിനുശേഷം ഇനി ബമ്പർ നമ്മൾ ഓൾറെഡി ഊരി വെച്ചിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോരും. വളരെ ശ്രദ്ധിച്ച് വേണം. ബമ്പർ അതെ, പ്ലാസ്റ്റിക്കാണ്, പൊട്ടിപ്പോകരുത്. നമ്മൾ ഇവിടെ ശകലം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തോണ്ട് മുന്നോട്ട് വലിക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം. എന്നിട്ട് അതിനുശേഷം ഇവിടുത്തെ ഒരു കണക്ടറുണ്ട്, ലൈറ്റിൻ്റെ കണക്ടർ, അത് ഒന്ന് ഊരി വിട്ട് കൊടുക്കുക. ഹെഡ്ലൈറ്റിലേക്കുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ ഊരിയത്. അതിനുശേഷം ഹെഡ്ലൈറ്റ് ഇതാ നമ്മൾ ഊരിയെടുത്തു, ഭദ്രമായിട്ട് വെക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹെഡ്ലൈറ്റിൻ്റെ അടിവശത്തായിട്ട് ഒരു ചെറിയ ക്ലിപ്പുണ്ട്, അതൊന്ന് എടുത്ത് കൊടുക്കണം. ചെറിയ സ്കൂട്ടായിട്ട് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. എന്നിട്ട് മുന്നോട്ട് വലിക്കുക. വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ ഗ്രില്ല് ഫിറ്റ് ചെയ്യാം. മൊത്തം അടിക്കേണ്ട ആവശ്യമില്ല. ബമ്പർ മൊത്തം നമ്മൾ ഊരണ്ട? ഇല്ല, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബമ്പർ പകുതിയെ ഊരിട്ടുള്ളൂ അല്ലേ? വലത് സൈഡിലെ ക്ലിപ്പ് ഇതിനകത്ത് കയറി കിടക്കുമായിരുന്നു. അതെ, ഈ ക്ലിപ്പ് എടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഊരിയത്. ഇതാ ഈ ക്ലിപ്പിലാണ് അത് ടൈറ്റായി ഇരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലൂസ് ചെയ്ത് ബമ്പർ താഴേക്ക് അല്പം അയഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഗ്രില്ല് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ പുതുപുത്തൻ ഗ്രില്ല്. ഇവനെയാണ് നമ്മളിന്ന് പിടിപ്പിക്കാൻ പോകുന്നത്. മേശ്ശേരി, അപ്പോൾ ഇനി ഗ്രില്ല് എടുത്തിട്ട് നമ്മൾ ബമ്പറിലേക്ക് ചെറുതായിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ക്ലിപ്പുകളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഗ്രില്ല് ഇതിനിടയിലേക്ക് പതിയെ ക്ലിപ്പുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രില്ല് ഏകദേശം ഒന്ന് സ്ലൈഡ് ചെയ്ത് ബമ്പറിനിടയിലേക്ക് വെച്ചു. അതിനുശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ക്ലിപ്പിൽ ഇത് കയറി വീഴും. ബമ്പറിലെ ക്ലിപ്പിൽ ഈ ഗ്രില്ല് കയറി വീഴും. കാണുന്നുണ്ടല്ലോ, ചെറിയ ഒരു 4-5 ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പിനകത്തേക്ക് ബമ്പറും പുതിയ ഗ്രില്ലും തമ്മിലുള്ള കണക്ഷൻ കറക്റ്റ് ചെയ്യുകയാണ്. ഗ്രില്ല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഫിറ്റ് ചെയ്യണം. ഇവിടെ ആയിട്ടാണ് സ്ക്രൂ വരുന്നത്. അത് ഇവിടുന്ന് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ബമ്പറൊന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇടാൻ പറ്റും. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സ്ക്രൂ ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വല സൈഡിലെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഊരി വെച്ച ഭാഗത്ത് നമുക്ക് ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ? അത് അങ്ങനെ ഇടാൻ പോകുന്നത്. അപ്പോൾ ആ ലോക്ക് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കയറി വീണോളൂ. ലോക്ക് വീഴും. ഓക്കെ, അത് വീണല്ലോ. ഈ സൈഡ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയിലൊരു സ്ക്രൂ ഇടാനുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ ടോപ്പിലുള്ള ക്ലിപ്പുകളിലായിരുന്നു
പുതിയ വെച്ച ഗ്രില്ലിൻ്റെ മുകളിലുള്ള ക്ലിപ്പുകൾ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതാ 1 2 3 4 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ലിൻ്റെ. ഇതാണ് ചെറിയ 2 സൈഡിലുണ്ട്. ഇനി നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് അതേപോലെ. ഓക്കെ, ഇതാ 1 ഇതാ ഈ 2 ഇതാണ് നമ്മൾ പുതിയ വാങ്ങിയ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തേക്കുന്ന സ്ക്രൂ. പിന്നെ നമുക്ക് ലൈറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഹെഡ് ലൈറ്റ് തിരിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഹെഡ് ലൈറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഈ സൈഡ് ഇത് വെച്ച് കൊടുക്കുന്നു. ഈ ഭാഗം പിന്നെ ഈ ഭാഗം വളരെ സൂക്ഷിച്ച് ബമ്പർ ഫിറ്റ് ചെയ്തതുപോലെ തന്നെ അതിന് ശേഷം ലൈറ്റും ഫിറ്റ് ചെയ്ത് ചെറുതായിട്ട് തട്ടിക്കൊടുത്ത് അതോടെ കിടക്കും. ഇനി നമ്മൾ സ്ക്രൂകളെല്ലാം ഇടുന്നു. അപ്പോൾ ഹെഡ് ലൈറ്റിൻ്റെ 3 സ്ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. അതേപോലെ ഫിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വീലാർച്ചിനകത്തിലുള്ള ബമ്പറിൻ്റെ സ്ക്രൂ ഇടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യം ഊരിയത് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എൻജിൻ ഗാർഡിൻ്റെ ക്ലിപ്പെല്ലാം ഇടുകയാണ്. എൻജിൻ ഗാർഡിൻ്റെ ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഗ്രില്ല് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.